ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിലും നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ കിട്ടാവുന്നതുമായിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. ഇടിച്ചക്ക തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ രുചികരമായിട്ടുള്ള ആരോഗ്യപ്രദവുമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഇടിച്ചക്ക തോരൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി നാളികേരം എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് നമുക്ക് ചിരകിയിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നീട് അതിലേക്ക് ഒരു 4 ചുവന്നുള്ളി, കുറച്ച് വലുപ്പമുള്ള ചുവന്നുള്ളിയാണ്. ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6 ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 4 പച്ചമുളകാണ്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ നല്ല എരിവുള്ളത് കൊണ്ടാണ് 4 ചേർത്ത് കൊടുത്തത്. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം കൂടുതൽ ഒരു 5 6 നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ നല്ല ജീരകവും ഉപ്പും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതുപോലെ ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുത്താലും മതി. അങ്ങനെ നമ്മൾ നാളികേരത്തിൻ്റെ അരപ്പ് കൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതോടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം കയ്യിൽ കുറച്ച് എണ്ണയും, കയ്യിലും അതുപോലെ കത്തിയിലും കുറച്ച് എണ്ണ വെളിച്ചെണ്ണ തടവിയിട്ട് നമുക്ക് ഇടിച്ചക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇടിച്ചക്കയുടെ പരുവെന്ന് പറയുന്നത് ഒത്തിരി മൂത്ത് പോകാത്ത, നമ്മൾ വറക്കാനൊന്നും എടുക്കുന്ന പരുവൊന്നും ആവരുത്. ആ ചക്ക ഉണ്ടായിട്ട് ഏകദേശം ഒരു മാസം ഒക്കെ ആവാറായ ചക്ക വേണം എടുക്കാൻ. അത്രയും കുഞ്ഞൻ ചക്ക വേണം നമ്മൾ ഈ ഒരു ഇടിച്ചക്ക തോരൻ എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ ചക്കയുടെ ഇടിച്ചക്കയും ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ചില ചക്കയുടെ ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കി നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ ഞാനൊരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്, കുഞ്ഞിച്ചക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുള്ളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചക്കയുടെ പുറമേയുള്ള ആ മുള്ളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കുഞ്ഞൻ ചക്കയാണ്. ഇനി അതിനെ നമുക്ക് കുഞ്ഞു പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുഞ്ഞൻ ചക്ക ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂക്കിൻ്റെ ഭാഗമൊന്നും, അതായത് നമ്മുടെ കൂഞ്ഞൊന്നും നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. അതെല്ലാം ഒന്നിച്ച് നുറുക്കി നമുക്ക് തോരൻ വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ കുഞ്ഞു പീസുകളായി കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ എടുക്കുന്ന ആ ചക്കയുടെ മുഴുവൻ പീസുകളും കുഞ്ഞുതായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലിട്ട് കൊടുത്ത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 350 ഗ്രാമോളം ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നമുക്ക് കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും കുഞ്ഞു പീസുകളാക്കുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒരു ഇത്തിരി വലിപ്പമുള്ള പീസുകളായിട്ടായാലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുഞ്ഞതായിട്ട് ഇട്ടെന്ന് മാത്രം, പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട്. പിന്നീട് അതിലേക്ക് നമ്മൾ ചക്കയുടെ അത്രയും തന്നെ, ചക്കയുടെ ഒപ്പത്തിന് വെള്ളം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, 2 പച്ചമുളക് നടുകെ കീറിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വിസിൽ വരുമ്പോഴേക്കും നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പ്രഷർ ഇതുപോലെ നന്നായിട്ട് പോയതിന് ശേഷം മാത്രം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ കണ്ടോ, ആ പ്രഷർ പോയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് വെള്ളം വാർത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് അത്രയും നന്നായിട്ട് വെന്തതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായി ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ വെച്ച് ഇതുപോലെ ഇങ്ങനെ അതിനെ അടർത്തിയെടുക്കാവുന്നതാണ്. ഈ ഒരു കുഞ്ഞൻ ചക്കയുടെ തോരൻ, ഇടിച്ചക്ക തോരൻ എന്ന് പേര് വരാൻ കാരണം അതിനെ നമ്മൾ വേവിച്ച് ഇടിച്ചാണ് പണ്ടൊക്കെ തോരൻ വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാവരും അല്ല എങ്കിലും കുറച്ച് പേരെങ്കിലും അതിങ്ങനെ ഒരു കല്ല് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പൊട്ടറ്റോ സ്മാഷ് ചെയ്യുന്ന എന്തെങ്കിലും സംഭവം വെച്ചിട്ടൊക്കെ ഒന്ന് ചതച്ചിട്ടാണ് ഇതുപോലെ ആക്കിയെടുക്കാറ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഞരടി എടുത്താലും മതി. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഏത് പാത്രത്തിലാണോ നമ്മൾ തോരൻ വെക്കുന്നതെങ്കിൽ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഉഴുന്ന് നമ്മൾ ഈ ഒരു തോരൻ്റെ കൂടെ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഉഴുന്ന് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഒരു 3 തണ്ട് കറിവേപ്പില ഉരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 5 പച്ചമുളകാണ്. കാരണം ഈ ഒരു തോരനെ കുറച്ച് എരിവ് കൂടുതൽ നിൽക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലായി കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ 5 പച്ചമുളക് ചേർത്ത് കൊടുത്തത്. പിന്നെ 1 കുടം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 10 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്,
3 വറ്റൽമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ചുവന്നുള്ളിയൊക്കെ നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ അത്രയും ടേസ്റ്റ് കൂടുതൽ കിട്ടും നമ്മുടെ ഈ ഒരു തോരനെ. തീരെ കുറച്ച് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നന്നായിട്ട് അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുക്കണം. അതുപോലെ പച്ചമുളകും നല്ല എരിവോട് കൂടിയിട്ടുള്ള പച്ചമുളക് വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് ഈ തോരൻ നല്ല ടേസ്റ്റായിട്ട് കിട്ടുക. അങ്ങനെ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പുണ്ടല്ലോ അത് മുഴുവനായിട്ടും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ നാളികേരം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ നാളികേരത്തിൻ്റെ കളറൊക്കെ ചെറുതായി മാറി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ആ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ നന്നായി മൂത്ത് വന്നാൽ മാത്രമാണ് നമ്മുടെ കറി നല്ല ടേസ്റ്റായി കിട്ടുക. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ ആദ്യം ചതച്ച് അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ഞരടി മാറ്റി വെച്ചിട്ടുള്ള ചക്ക മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇടിച്ചക്ക ചേർത്ത് കൊടുത്തു. ഇനി നല്ലതുപോലെ ആ മസാലയുമായിട്ട് ചക്ക യോജിപ്പിച്ചെടുക്കണം. ചക്കയുടെ എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചക്ക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 3 തണ്ട് കറിവേപ്പില, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് എല്ലാം നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് ഒരു 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ മസാലയുമായിട്ട് ചക്കയൊക്കെ നന്നായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇടിച്ചക്ക തോരൻ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് വെറുതെ നമുക്കൊരു കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായാലും അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തോരൻ. അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇടിച്ചക്ക വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല സൂപ്പർ തോരനാണ്. ടേസ്റ്റിൽ മാത്രമല്ല ഒത്തിരിയേറെ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു തോരൻ കൂടിയാണ് ഇടിച്ചക്ക തോരൻ. നമ്മൾ ഈ വിളഞ്ഞ ചക്ക കഴിക്കുന്നതിനേക്കാളും ഒത്തിരി കൂടുതൽ പോഷക സമൃദ്ധമാണ് വിളയാത്ത ചക്ക, അതായത് നമ്മൾ എടുത്തിട്ടുള്ള ഇടിച്ചക്ക. ഇതിൽ ഒത്തിരിയേറെ നാരുകളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദഹന പ്രക്രിയ വളരെ സുഗമമാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കൊഴുപ്പില്ലാത്തതിനാൽ നമ്മൾ തടി കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇടിച്ചക്ക തോരൻ. ഇടിച്ചക്ക തോരൻ മാത്രമല്ല ഇത് ഏത് രീതിയിൽ കഴിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇടിച്ചക്ക എന്ന് പറയുന്നത് ഒത്തിരിയേറെ വൈറ്റമിൻസിൻ്റെയും ധാതുക്കളുടെയും ഒക്കെ ഒരു കലവറ കൂടിയാണ്. ഇതിൽ സോഡിയത്തിൻ്റെ അളവാകട്ടെ തീരെ കുറവും. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യത്തിനും പ്രയോജനപ്രദമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്